കേരളത്തിലെ സുപ്രസിദ്ധമായ സർപ്പാരാധനാ കേന്ദ്രമാണ് പാമ്പുമേക്കാട്ടുമന. കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മുകുന്ദപുരം താലൂക്കിൽ വടമ വില്ലേജിലാണ് പാമ്പുമേക്കാട്ടില്ലം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ നിറഞ്ഞ പാമ്പുമേക്കാട് ഒരു കാലത്ത് മേക്കാട് മാത്രമായിരുന്നു. മേക്കാട്ടുമനയിൽ സർപ്പാരാധന ആരംഭിച്ചതോടെയാണ് പാമ്പുമേക്കാട് എന്നറിയപ്പെടാൻ തുടങ്ങിയത്. മന്ത്രതന്ത്ര പ്രവീണനായിരുന്നുവെങ്കിലും ദുസ്സഹമായ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കാനായിരുന്നു മേക്കാട്ടുമനക്കാരുടെ വിധി. അക്കാലത്തൊരിക്കൽ ദാരിദ്ര്യ ദുഃഖത്തിന് നിവൃത്തി ഉണ്ടാക്കണമെന്ന പ്രാർത്ഥനയുമായി മനക്കിലെ മൂത്ത നമ്പൂതിരി ചരിത്രപ്രസിദ്ധമായ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ ഒരു വ്യാഴവട്ടക്കാലം നീണ്ടു നിൽക്കുന്ന ഭജനമിരിക്കാൻ ആരംഭിച്ചു. ഒരു രാത്രി വാസുകി എന്ന സർപ്പരാജൻ കയ്യിൽ മാണിക്കക്കല്ലുമായി പ്രത്യക്ഷപ്പെടുകയും വരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. സർപ്പരാജന്റെ സാന്നിധ്യം തന്റെ ഭവനത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണമെന്നും തന്റെ ദാരിദ്ര്യ ദുഃഖത്തിന് അറുതി വരുത്തണമെന്നും വരമരുളാൻ ആവശ്യപ്പെട്ടെന്നും വാസുകി നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം. മനക്കിലെത്തിയ നമ്പൂതിരിയുടെ ഓലക്കുടയിൽ പിണഞ്ഞിരുന്ന നാഗത്താനെയാണ് മേക്കാട്ടുമനയിലെ പരദേവതയായി കിഴക്കിനിയിൽ പ്രതിഷ്ഠിച്ചത് എന്നാണ് വിശ്വാസം. നാഗയക്ഷിയുടെയും വാസുകിയുടെയും കൽപ്പനകൾ അനുസരിച്ച് മേക്കാട്ടുമനയിലെ ആളുകൾ ജീവിക്കാൻ ആരംഭിച്ചു എന്നാണ് ഐതിഹ്യം. ഈ കഥയാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി ഐതിഹ്യമാലയിൽ പാമ്പുമേക്കാട്ടുമനയിലെ നമ്പൂതിരിമാരുടെ സർപ്പാരാധനാ പ്രാധാന്യത്തിന്റെ തെളിവായി കാണിക്കുന്നത്. മനയുടെ കിഴക്കിനിയിൽ വാസുകിയും നാഗയക്ഷിയെയും പ്രതിഷ്ഠിച്ചിടത്ത് ഒരു കെടാവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിഷ്ഠകൾ 2 മൺപുറ്റുകളായി തീർന്നുവെന്നും പിന്നീട് അവയും നശിച്ച് വെറും ഒരു മൺതറ മാത്രമായി തീർന്നിരിക്കുന്നുവെന്നും പറയപ്പെടുന്നു. വാസുകിയിൽ നിന്നും ലഭിച്ച മാണിക്കക്കല്ല് എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും മനയിൽ ഇപ്പോഴുള്ള ഒരു വ്യക്തിക്കും വ്യക്തമായി അറിയില്ല. എങ്കിലും സർപ്പങ്ങളുടെയും മാണിക്കക്കല്ലിന്റെയും സാന്നിധ്യം മനയിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. കേരളത്തിലെ മറ്റെല്ലാ സർപ്പക്കാവുകളിലും എന്ന പോലെ സർപ്പങ്ങൾക്ക് 100 പാലും ഊട്ടുന്ന ചടങ്ങ് ഇവിടെയുമുണ്ട്. അരിപ്പൊടി, മഞ്ഞൾപ്പൊടി, കദളിപ്പഴം, പാൽ എന്നിവയടങ്ങുന്ന മിശ്രിതം സർപ്പങ്ങൾക്ക് ഏറെ പഥ്യമാണെന്നാണ് വിശ്വാസം. വൃശ്ചികം 1, കന്നിമാസത്തിലെ ആയില്യം, മീനമാസത്തിലെ തിരുവോണം മുതൽ ഭരണി വരെയുള്ള ദിവസങ്ങൾ, മേടമാസം 10-ാം തീയതി ഇവയാണ് പാമ്പുമേക്കാട്ടുമനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ. കേരളത്തിലെ സർപ്പ ആരാധനയ്ക്ക് ശൈവ വൈഷ്ണവ ബന്ധങ്ങളുണ്ട്. ജൈനമതത്തിലെ സർപ്പ സാന്നിധ്യം ഹിന്ദുമതത്തിൽ നിന്നും കടം കൊണ്ടതാണ്. കന്യാകുമാരി മുതൽ ഗോകർണം വരെ സർപ്പാരാധന കാണാം. പ്രാദേശികമായി സർപ്പാരാധനയ്ക്ക് അവകാശമുള്ള ചില കേന്ദ്രങ്ങളുണ്ട്. അവർക്ക് അവരുടേതായ ആരാധനാക്രമങ്ങൾ പാരമ്പര്യമായി ഉണ്ട്. മനയിലെത്തുന്ന നാഗങ്ങളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കരുതെന്നും മനപ്പറമ്പ് കിളക്കുകയോ ഉഴുതുമറിക്കുകയോ ചെയ്യരുതുവെന്നും പറമ്പിലെ ഒത്ത നടുവിലുള്ള 8 കെട്ടിലെ അടുക്കളയിലല്ലാതെ മറ്റൊരു ദിക്കിലും തീ കത്തിക്കരുതെന്നും മറ്റുമുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെയുള്ളത്. പാമ്പുമേക്കാട്ടുമനയിലെ അംഗങ്ങൾ നാഗങ്ങളെ പാരമ്പര്യങ്ങൾ എന്നാണ് വിളിക്കുക. മനയിൽ ഒരു ജനനമുണ്ടായാൽ ശിശുവിനെ സ്വീകരിക്കാൻ പാരമ്പര്യങ്ങൾ എത്തുമത്രേ. മരണം സംഭവിച്ചാൽ ഒരു പാരമ്പര്യവും മരിക്കുമെന്നാണ് വിശ്വാസം. പറമ്പിലെങ്ങും തീ കത്തിക്കാൻ അനുവാദമില്ലാത്തതിനാൽ തെക്കേക്കാവെന്നറിയപ്പെടുന്ന തെക്കേ പറമ്പിലാണ് പാരമ്പര്യത്തിനും നമ്പൂതിരിക്കും ചിതയൊരുക്കുന്നത്. മനയിലെ അംഗങ്ങളും നാഗങ്ങളും തമ്മിലുള്ള ആത്മബന്ധം ഇവിടെ പ്രകടമാകുന്നു. ഏകദേശം 6-7 വർഷങ്ങൾക്ക് മുമ്പ് വരെ പാമ്പുമേക്കാട്ട് മനയിൽ എണ്ണയിൽ നോക്കൽ എന്ന ചടങ്ങ് നടത്തി വന്നിരുന്നു. മനയിലേക്ക് വേളിയടിച്ചു കൊണ്ടുവരുന്ന സ്ത്രീകൾക്കാണ് കുടുംബത്തിൽ സ്ഥാനം. അങ്ങനെയുള്ള സ്ത്രീ ആയിരിക്കും ഈ ചടങ്ങ് നടത്തുന്നത്. ഒരു പാത്രത്തിൽ കെടാവിളക്കിലെ എണ്ണയെടുത്ത് അതിൽ നോക്കിക്കൊണ്ട് സർപ്പദോഷങ്ങളെക്കുറിച്ച് പ്രവചിക്കുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയുമാണ് ചെയ്തിരുന്നത്. ഇതിന് പ്രത്യേക പരിശീലനം അത്യാവശ്യമാണ്. അതുകൊണ്ടായിരിക്കും ഇത് കൈവശമാക്കാൻ ആരും ശ്രമിക്കാത്തത്. മാത്രമല്ല, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ജ്യോത്സ്യന്മാർക്ക് കഴിയുമെന്നതിനാൽ ഈ മനക്കിലേക്ക് സർപ്പദോഷം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയല്ല, ദോഷപരിഹാരത്തിന് വേണ്ടിയാണ് ആളുകൾ വരേണ്ടത് എന്ന് മനക്കാർക്ക് തോന്നുകയും ഉണ്ടായി. അങ്ങനെ എണ്ണയിൽ നോക്കൽ എന്ന അപൂർവ ചടങ്ങ് പാമ്പുമേക്കാട്ടുമനയ്ക്ക് അന്യമായി എന്ന് പറയാം. അതുപോലെ തെക്കിക്കാവിൽ വളരുന്ന ഒരു ചെടിയുടെ ഇലകൾ പറിച്ച് മനയുടെ തെക്കിനിയിൽ വെച്ച് കാച്ചിയെടുക്കുന്ന ഒരു പ്രത്യേക തരം എണ്ണ കുഷ്ഠരോഗത്തിന് വിശിഷ്ടമായ ഔഷധമായിരുന്നു അത്രേ. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രോഗചികിത്സ നിന്നുപോയിരിക്കുന്നു. മനക്കിലെ ഇന്നത്തെ ഒരു വ്യക്തിക്കും ആ സസ്യത്തെക്കുറിച്ചോ അതിന്റെ ഔഷധ ഗുണത്തെക്കുറിച്ചോ കാര്യമായി ഒന്നും തന്നെ അറിയില്ല. ഇങ്ങനെ നിന്നുപോയ ആചാരാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നാഗബലി. ഇത്ര വിശിഷ്ടവും പ്രയാസമേറിയതുമായ ചടങ്ങ് തുടർന്നു കൊണ്ടുപോകുവാനുള്ള ശക്തിയും ധൈര്യവും സാഹചര്യവും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം ഇതും തലമുറകൾക്ക് മുമ്പേ ഇല്ലാതായത്. ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയാണ് മനയിലെ കാരണവർ. പ്രായപൂർത്തിയായവർക്ക് ഭരണാവകാശം ലഭിക്കും. ട്രസ്റ്റ് രൂപവൽക്കരിച്ച് ഓരോ ട്രസ്റ്റിക്കും 1 വർഷം വീതം ഭരണം നൽകുകയാണ് ഇന്ന് നടന്നു വരുന്നത്. മന്ത്രതന്ത്രങ്ങളെ തലമുറകളിലേക്ക് പകരുന്നത് വാമൊഴിയാണ്.
മേടമാസത്തിൽ ചൊവ്വ, വെള്ളി, ഞായർ എന്നീ കൊടിയാഴ്ചകളിലൊന്നിൽ മുടിയേറ്റ് നടത്തുന്നു. മേടമാസത്തിൽ കളമെഴുത്തും പാട്ടും ഒരു പ്രധാന ചടങ്ങാണ്. കേരളത്തിൽ സർപ്പബലി നടത്താൻ പാമ്പുമേക്കാട്ട് മനക്കാർക്കും അധികാരമുണ്ട്. മണ്ഡലകാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇവിടെ സർപ്പബലി നടത്തിവരുന്നു. മണ്ഡലകാലത്ത് ചുരുക്കം 3 ദിവസമെങ്കിലും ഇവിടെ കളമെഴുത്തും പാട്ടും നടത്തുന്നു. മറ്റു സർപ്പക്കാവുകളിലെ പുള്ളുവൻ പാട്ട് ഇവിടെ പതിവില്ല. സർപ്പം പാട്ടാണ് നടത്തിവരുന്നത്. വാരണാപാട്ട്, കറുപ്പന്മാരാണ് ഇവിടെ പരമ്പരാഗതമായി സർപ്പം പാട്ടും കളമെഴുത്തും നടത്തിവരുന്നത്. സർപ്പക്കാവ് ആവാഹിച്ചു മാറ്റുന്നതിനുള്ള അധികാരം പൂർവികമായി പാമ്പുമേക്കാട്ട് നമ്പൂതിരിമാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പാതിരാക്കുന്നത് മനക്കാർക്കും ചെയ്തു പോരുന്നു. സർപ്പക്കാവ് ആവാഹനം 3 രീതിയിലുണ്ട്. സർപ്പക്കാവ് പൂർണ്ണമായി മാറ്റുക, സർപ്പക്കാവിന്റെ വലിപ്പം കുറയ്ക്കുക, ഒന്നിലധികം കാവുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു കാവാക്കുക. ആവാഹിച്ച കാവുകളെ മനയിലെ തെക്കേ പറമ്പിലാണ് കുടിയിരുത്തുന്നത്. കുടിയിരുത്തിയ ശേഷം പഴയ കാവുകളെ നശിപ്പിക്കാൻ മനക്കാർക്ക് അനുവാദം നൽകും. പാമ്പുമേക്കാട്ടിന് പുറമെ സർപ്പാരാധനയ്ക്ക് ഏറ്റവും അധികം പ്രാധാന്യം ലഭിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് നാഗർകോവിലും മണ്ണാറശാലയും. ഈ 3 സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സങ്കല്പം ജനങ്ങൾക്കിടയിൽ നിലവിലുണ്ട്. സർപ്പശ്രേഷ്ഠനായ അനന്തൻ ഈ 3 ദിക്കിലുമായി കിടക്കുന്നുവെന്നും അനന്തന്റെ ശിരസ് നാഗർകോവിലിലും മധ്യം മണ്ണാറശാലയിലും പാദം പാമ്പുമേക്കാട്ടുമായി വെച്ചിരിക്കുകയാണെന്നും വിശ്വാസമുണ്ട്. ദക്ഷിണേന്ത്യയിൽ പ്രമുഖ സർപ്പക്ഷേത്രമായ നാഗർകോവിലിലെ പ്രധാന തന്ത്രി പാമ്പുമേക്കാട്ട് മനയിലെ കാരണവരാണ്. ഇന്നും നാഗർകോവിലിലെ ഏത് വിശേഷത്തിനും ഈ മനക്കിലെ കാരണവർ എത്തേണ്ടതുണ്ട്. പാമ്പുമേക്കാട്ടുകാർക്ക് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരു നാഗാരാധന കേന്ദ്രമാണ് മണ്ണാറശാല. സ്ത്രീകളാണ് അവിടെ പൂജാരികൾ എന്നതും മണ്ണാറശാലയും പാമ്പുമേക്കാട്ടും തമ്മിൽ ബന്ധമില്ലെന്ന് തെളിയിക്കുന്നു.